ഫ്ലിപ്കാർട്ട് വഴിയാണ് ലാവ ബോൾഡ് N2 Pro ഔദ്യോഗികമായി വിൽക്കുന്നത്. ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട്ഫോൺ ക്ലീൻ സോഫ്റ്റ്വെയറും അവതരിപ്പിക്കുന്നു. റിയൽമി P4 Lite 4G, ടെക്നോ സ്പാർക്ക് Go 3 എന്നിവയുമായി മത്സരിക്കുന്ന ലാവ ബോൾഡ് N2 Pro. ഫ്ലിപ്കാർട്ടിൽ ഇന്നലെ പുറത്തിറങ്ങിയ ടീസറിന് ശേഷം 7,999 രൂപ മുതൽ ആരംഭിക്കുന്ന ലാവ ബോൾഡ് N2 Pro ഇപ്പോൾ ഇന്ത്യയിൽ ഔദ്യോഗികമായി ലഭ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ബോൾഡ് N1 Proയുടെ പിൻഗാമിയെന്ന നിലയിൽ ആദ്യമായി വാങ്ങുന്നവർക്കോ അടിസ്ഥാന ജോലികൾക്കായി സെക്കൻഡറി ഫോൺ തേടുന്നവർക്കോ അനുയോജ്യമായ എൻട്രി ലെവൽ സവിശേഷതകൾ ഈ ഉപകരണം വാഗ്ദാനം ചെയ്യുന്നു. ബോൾഡ് N2 Pro പുറത്തിറക്കിയ വിലയ്ക്ക് 120 Hz റിഫ്രഷ് റേറ്റ് പിന്തുണയ്ക്കുന്ന ഡിസ്പ്ലേയും 128 GB ഇന്റേണൽ സ്റ്റോറേജും ഇതിന്റെ പ്രധാന സവിശേഷതകളാണ്. മിക്ക പതിപ്പുകളിലും 90 Hz പാനലും അടിസ്ഥാന വേരിയന്റുകൾക്ക് 64 GB സ്റ്റോറേജുമുണ്ട്. ഏപ്രിൽ 6 ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിൽ ലാവ ബോൾഡ് N2 Pro വിൽപ്പനയ്ക്കെത്തും. ലാവ ബോൾഡ് N2 Pro സ്പെസിഫിക്കേഷനുകളുടെ അവലോകനം. ലാവ ബോൾഡ് N2 Pro 4Gയിൽ 6.67 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേയുണ്ട്. ഇത് 16 ദശലക്ഷം നിറങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം 120 Hz റിഫ്രഷ് റേറ്റ് പിന്തുണയോടെ ഇത് ദൈനംദിന ഉപയോഗത്തിൽ സുഗമമായ സ്ക്രോളിംഗ് ആയി മാറും. ഫോണിന്റെ മുഴുവൻ ബിൽഡും പോളികാർബണേറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. IP54 സർട്ടിഫൈഡ് ആണെങ്കിലും ഫോൺ എക്ലിപ്സ് ഗ്രേ, അറോറ ഗോൾഡ് നിറങ്ങളിൽ ലഭ്യമാകും. ഹുഡിന് കീഴിൽ പ്രവർത്തിക്കുന്നത് യൂണിസോക് T750 പ്രോസസ്സറാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ റിയൽമി P4 Lite 4Gക്ക് ശക്തി പകരുന്ന അതേ ചിപ്സെറ്റ്. AnTuTu ബെഞ്ച്മാർക്കിൽ ബോൾഡ് N2 Proയുടെ ഹാർഡ്വെയറിന് 2,40,000 നേടാൻ കഴിയുമെന്ന് ലാവ അവകാശപ്പെടുന്നു. ഇത് എൻട്രി ലെവൽ പ്രകടനത്തെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. P4 Lite 4Gയുമായുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക, വീഡിയോകൾ കാണുക, ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുക തുടങ്ങിയ അടിസ്ഥാന ഉപയോഗ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഹാൻഡ്സെറ്റിന് കഴിഞ്ഞു. എന്നിരുന്നാലും മീഡിയം ടയർ ഗെയിമുകൾ പോലും കളിക്കുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം പ്രകടനം കുറഞ്ഞേക്കാം. ലാവ ബോൾഡ് N2 Proയുടെ പ്രധാന ഹൈലൈറ്റ് 128 GB ഇന്റേണൽ സ്റ്റോറേജ് സപ്പോർട്ടിന്റെ രൂപത്തിലാണ് വരുന്നത്. പ്രത്യേകിച്ച് അടുത്തിടെയുള്ള മെമ്മറി വില വർധനവിന് ശേഷം 10,000 രൂപയിൽ താഴെയുള്ള ഫോണുകളിൽ ഇത് സാധാരണയായി കാണാറില്ല. വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ഉപയോക്താക്കൾക്ക് സ്ഥലക്കുറവ് സംബന്ധിച്ച് അധികം വിഷമിക്കാതെ ടൺ കണക്കിന് ചിത്രങ്ങളും മീഡിയയും സംഭരിക്കാൻ അനുവദിക്കും. ബോൾഡ് N2 Proയിലെ ഒപ്റ്റിക്സിനെ 50 MP പ്രൈമറി ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയും പരിപാലിക്കുന്നു. അതേസമയം 5000 mAh ബാറ്ററി ഷോ പ്രവർത്തിപ്പിക്കുന്നു. അതിനു പുറമെ ഫോൺ ആൻഡ്രോയിഡ് 15 ബൂട്ട് ചെയ്യുകയും ബ്ലോട്ട്വെയർ രഹിത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ബോക്സിന് പുറത്ത് ഒരു വൃത്തിയുള്ള ഉപയോക്തൃ ഇന്റർഫേസ് ലഭിക്കുന്നു. ലാവ ബോൾഡ് N2 Pro പരിഗണിക്കേണ്ടതാണോ? 4 GB റാമും 128 GB സ്റ്റോറേജുമുള്ള ഒരേയൊരു സ്റ്റോറേജ് ഓപ്ഷനിൽ 7,999 രൂപയ്ക്ക് വരുന്ന ലാവ ബോൾഡ് N2 Pro, റിയൽമി P4 Lite 4G, ടെക്നോ സ്പാർക്ക് Go 3 എന്നിവയെ മറികടന്ന് വിലയ്ക്ക് കൂടുതൽ മൂല്യം നൽകുന്നു. രണ്ട് ഹാൻഡ്സെറ്റുകളിലും ഒരേ യൂണിസോക് T750 പ്രോസസ്സറുണ്ട്. എന്നാൽ യഥാക്രമം 9,999 രൂപയും 8,999 രൂപയും വിലയുള്ള ലാവ ബോൾഡ് N2 Proയേക്കാൾ ഒരു ടയർ കൂടുതലാണ് ഇവയുടെ വില. അതിനാൽ മീഡിയ, ഡോക്യുമെന്റുകൾ, ഫയലുകൾ, ആപ്പുകൾ എന്നിവ സംഭരിക്കുന്നതിന് 128 GB ഇൻബിൽറ്റ് സ്റ്റോറേജുള്ള ഒരു ബജറ്റ് സ്മാർട്ട്ഫോൺ നിങ്ങൾ തിരയുകയാണെങ്കിൽ 7,999 രൂപയ്ക്ക് ലഭിക്കുന്ന ലാവ ബോൾഡ് N2 Pro നിങ്ങൾക്ക് ഒരു സാധുവായ ഓപ്ഷനായിരിക്കാം. എന്നിരുന്നാലും ക്യാമറകൾ, പ്രകടനം, ബാറ്ററി ലൈഫ് തുടങ്ങിയ പ്രധാന വശങ്ങളിൽ ഫോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് അവലോകനങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ് നല്ലത്.